ഹലോ ഗെയ്സ്, നമസ്കാരം. ഞങ്ങൾ പുതിയൊരു സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് കണ്ട സിനിമ തലവനാണ്. ജിസ് ജോയിയാണ് സംവിധാനം. ആസിഫ് അലി, ബിജു മേനോൻ ഇവർ രണ്ടുപേരുമാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ജിസ് ജോയുടെ സിനിമകളെല്ലാം ഫീൽ ഗുഡ് സിനിമകളാണ്. പക്ഷെ ആ ശ്രേണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജിസ് ജോയിയുടെ ഈ പടത്തില് ഒരു ത്രില്ലർ സിനിമയാണ് ജിസ് ജോയി ഇതിലെടുത്തിരിക്കുന്നത്. അപ്പോൾ ഫീൽ ഗുഡ് സിനിമ സംവിധാനം എടുക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ത്രില്ലർ സിനിമകൾ എടുക്കാൻ പറ്റുന്നതെന്ന് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ജിസ് ജോയിക്ക് നല്ല തിരക്കഥയുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള സിനിമകളും എടുക്കാൻ പറ്റും. മുൻപ് OTT റിലീസായ ഇന്നലെ വരെ എന്ന് പറയുന്ന സിനിമ ഇതുപോലെ ത്രില്ലർ ലെവലിലാണ് വന്നത്. പക്ഷേ തിയേറ്ററിന് വേണ്ടി അല്ലായിരുന്നു ആ സിനിമ ചെയ്തിരുന്നത്. തിയേറ്ററിന് വേണ്ടിയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. തിയേറ്ററിന് വേണ്ടി ചെയ്യുന്ന എല്ലാ ചേരുവകളും ഈ സിനിമയിൽ കൃത്യമായിട്ട് ജിസ് ജോയി അവതരിപ്പിച്ചിട്ടുണ്ട്. ജിസ് ജോയിയുടെ സ്ഥിരം നായകൻ, ജിസ് ജോയി ചെയ്തിട്ടുള്ള എല്ലാ സിനിമയിലും ആസിഫ് അലി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിലും ആസിഫ് അലി തന്നെയാണ് നായകനായിട്ട് വരുന്നത്. കാർത്തിക് എന്നാണ് ആസിഫ് അലി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. കാർത്തികിനോടൊപ്പം തന്നെ നിൽക്കുന്ന തുല്യതയുള്ള ഒരു കഥാപാത്രമാണ് ജയശങ്കർ. ജയശങ്കർ എന്ന കഥാപാത്രമായിട്ട് ബിജു മേനോൻ വരുന്നു. അപ്പോൾ ഒരു പോലീസുകാരന്റെ മാനറിസങ്ങൾ കൃത്യമായി ബിജു മേനോനെ അറിയാം. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് ഉള്ള ഒരു താരത്തിൽ നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് കൃത്യമായിട്ട് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആസിഫ് അലി ഒരു പോലീസുകാരനായിട്ട് വരുമ്പോൾ, അതും കർക്കശക്കാരനായ ഒരു പോലീസുകാരനായിട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ എങ്ങനെയായിരിക്കും എന്ന് കൃത്യമായിട്ട് ആസിഫ് അലി ഹോംവർക്ക് ചെയ്തിട്ടാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേരുടേത് കഥാപാത്രങ്ങൾ കൃത്യമായി നമ്മുടെ മനസ്സിൽ കണക്ട് ചെയ്യാൻ പറ്റും. അവരെന്താണ്, അവരുടെ സ്വഭാവം എന്താണ് എന്നൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട വനിതാ കഥാപാത്രങ്ങൾ, സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്ന് അനുശ്രീയാണ് വരുന്നത്. അനുശ്രീക്ക് കുറച്ച് ഒരു റോളേ ഉള്ളൂ. പിന്നെ മിയ, ബിജുമേനോന്റെ ഭാര്യയുടെ കഥാപാത്രമായിട്ട് വരുന്നു. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇതിൽ രണ്ടുപേർക്കും കാര്യമായിട്ട് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ മറ്റൊരു പ്രധാന കഥാപാത്രം ദിലീഷ് പോത്തനിലൂടെയാണ് ഈ സിനിമ മുമ്പോട്ട് പോകുന്നത്. ഒരു പോലീസുകാരൻ അയാളുടെ അനുഭവക്കുറിപ്പുകൾ ഒരു ചാനലിൽ പറയുന്നതായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ ആ റോളിൽ ദിലീഷ് പോത്തന്റെ കഥാപാത്രം മികച്ചു നിന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ശരൺ വേലായുധനാണ് ഈ സിനിമയുടെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സിനിമയുടെ മൂഡിനനുസരിച്ച് കൃത്യമായിട്ട് ക്യാമറ കൊണ്ടുപോയിട്ടുണ്ട്. ആ ഗ്രാമത്തിന്റെ ഭംഗിയൊക്കെ കൃത്യമായി കാണിക്കുന്ന രീതിയിൽ ശരൺ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമറയിൽ നമുക്ക് ഓക്കെയാണ്. പിന്നെ ദീപക് ദേവിന്റെ മ്യൂസിക് അതും എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. കാര്യം ദീപക് ദേവിനെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന രീതിയിൽ ഞാൻ വലുതായിട്ടൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ കൃത്യമായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയുടെ മൂഡിനനുസരിച്ച് നൽകുന്നതിൽ ദീപക് ദേവ് വിജയിച്ചിരുന്നു എന്ന് പറയാം. പിന്നെ ഒരു ഗാനം ഉണ്ടായിരുന്നു. ആ ഗാനം എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാൻ വേണ്ടി എടുത്തൊരു ഗാനമായിട്ട് നമുക്ക് തോന്നും. പിന്നെ പ്രധാനമായി എടുത്തു പറയുന്നത് സൂരജിന്റെ എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗിന്റെ കാര്യത്തിലും ഈ സിനിമയുടെ മൂഡ് അനുസരിച്ച് കൃത്യമായിട്ട് എഡിറ്റിംഗിലെ ഷോട്ടുകളെല്ലാം കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നതിൽ സൂരജ് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂരജിനും നമുക്ക് നല്ല മാർക്ക് കൊടുക്കാം. ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത് ആനന്ദ്, ശരത്ത് എന്നീ രണ്ടുപേർ ചേർന്നിട്ടാണ്. അപ്പോൾ ഇവരുടെ കഥയ്ക്കാണ് ജിസ് ജോയ് ഈ സിനിമ സംവിധാനം ചെയ്തത്. തിരക്കഥയൊക്കെ നല്ല രീതിയിൽ അവർ ഹോംവർക്ക് ചെയ്ത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. മെഡിക്കൽ ടേംസ്, ചില സിനിമകളിലെ പോലെ മെഡിക്കൽ ടേംസ് ഒന്നുമില്ല. നേരിട്ട് പ്ലെയിൻ ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന രീതി തന്നെയാണ്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് കഥ മുമ്പോട്ട് പോകുന്നത്. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു CIയും SIയും അവർ തമ്മിലുള്ള ഒരു ക്ലാഷ്, അതിനുശേഷം ഉണ്ടാകുന്ന ഒരു കൊലപാതകം, ആ കൊലപാതകത്തെ തുടർന്നുണ്ടാകുന്ന അന്വേഷണം. അപ്പോൾ അന്വേഷണ സിനിമകളാകുമ്പോഴത്തേക്ക് നമ്മൾ ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് പടം മുമ്പോട്ട് പോയത്. പക്ഷെ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് സെയിം ടെംപ്ലേറ്റ് തന്നെയാണ് ഇതിൻ്റെ അകത്തും ഉപയോഗിച്ചിരിക്കുന്നത്. അന്വേഷണം പോകുന്ന വഴികൾ, അപ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ട്വിസ്റ്റുകൾ, അതെല്ലാം സിനിമയിലും ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വില്ലൻ. എപ്പോഴും മലയാള സിനിമ ത്രില്ലർ സിനിമകൾ എടുക്കുമ്പോഴത്തേക്ക്, അന്വേഷണ സിനിമകൾ എടുക്കുമ്പോൾ പണ്ടുതൊട്ടേ കണ്ടുവരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ ഇതിൻ്റെ ട്വിസ്റ്റും ചെയ്യണവും എല്ലാം മുമ്പോട്ട് പോകുന്നത്. അതുപോലെ നല്ലൊരു ക്ലൈമാക്സിനോടുകൂടി ഒരു എൻഡിനോട്ടും കൂടെ ഉണ്ട്. സിനിമയുടെ ഒരു രണ്ടാം ഭാഗം, ഇപ്പോഴത്തെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന രണ്ടാം ഭാഗത്തിന് എന്തെങ്കിലും ഒരു സംഭവം ഇട്ടിട്ട് ആണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ഈ സിനിമകളൊക്കെ രണ്ടാം ഭാഗം നടക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. ജനഗണമനയൊക്കെ രണ്ടാം ഭാഗം നടക്കുമോ എന്ന് യാതൊരു ഉറപ്പും എനിക്കില്ല. അപ്പോൾ ആകെ എമ്പുരാനാണ് രണ്ടാം ഭാഗം നടക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്കൊക്കെ രണ്ടാം ഭാഗം വരുമോ ഇല്ലയെന്നൊന്നും ഒരു ഉറപ്പില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു രീതിയിലാണ് അവസാനിപ്പിക്കുന്നത്. രണ്ടാം ഭാഗം വരാനുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഇട്ടിട്ടാണ്. ഇപ്പോൾ കണ്ട 1-2 സിനിമയിലും അതേ രീതിയിൽ തന്നെയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ജിസ് ജോയ് ഇതിൻ്റെ രണ്ടാം ഭാഗം ചെയ്യുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും നമുക്ക് കാത്തിരുന്ന് നോക്കാം രണ്ടാം ഭാഗം വരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ മൊത്തത്തിൽ തിയേറ്ററിൽ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തിയേറ്ററിൽ ഇരുന്ന് തീർച്ചയായിട്ടും എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് സിനിമകൾ, ആസിഫ് അലിയുടെ പെർഫോമൻസ്, ഇവരുടെ എല്ലാം പെർഫോമൻസിന് വേണ്ടി ഈ സിനിമ തീർച്ചയായിട്ടും കാണാം.
കണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇപ്പോൾ തരക്കേടില്ലാത്ത ആളുകൾ തിയേറ്ററിൽ ഉണ്ടായിരുന്നു സിനിമ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു നല്ല സിനിമ തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതുവരെ ബൈ.